ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ്. ഹരേ കൃഷ്ണ. അപ്പോൾ ഇന്ന് ഞാൻ ഗുരുവായൂർ ഏകാദശിയുമായി കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരെയും ഭഗവാൻ ശ്രീകൃഷ്ണൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നേരെ വ്ളോഗിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ പറയാനുള്ളത് എന്താ, ഇതിനു മുമ്പ് ഞാൻ ഗുരുവായൂർ ഏകാദശിയെക്കുറിച്ച് 2 വ്ളോഗ് ചെയ്തിരുന്നു. എല്ലാ ഫ്രണ്ട്സും അത് കണ്ട് നല്ല ലൈക്കും അതുപോലെ തന്നെ നല്ലതുപോലെ നല്ല കമൻസും ഒക്കെ തന്നിരുന്നു. അപ്പോൾ കൃഷ്ണനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എണ്ണിയാൽ തീരാത്തത്ര കഥകൾ പറയാനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കഥ എന്ന് പറയുന്നത് മുരൻ എന്ന് പറയുന്ന അസുരൻ ദേവലോകം ആക്രമിക്കുകയും അതിൽ പരിഭ്രാന്തരായ ദേവലോകത്തിലെ ദേവന്മാരെല്ലാം ദേവദേവനായ മഹാദേവനോട് കൈലാസത്തിലെത്തി പരാതി പറയുകയും ചെയ്യുന്നു. മഹാദേവൻ പറഞ്ഞതനുസരിച്ച് ദേവലോകത്ത് നിന്നുള്ള ദേവന്മാർ മഹാവിഷ്ണുവിനെ ചെന്ന് കാണുകയും വൈകുണ്ഠത്തിൽ ചെന്ന് മഹാവിഷ്ണുവിനെ കാണുകയും മഹാവിഷ്ണു തൻ്റെ അനന്തമായ ശക്തി കൊണ്ട് അവതരിപ്പിച്ച ദേവിയാണ് ഏകാദശി ദേവി. ഈ ഏകാദശി ദേവിയാണ് മുരൻ എന്ന് പറയുന്ന അസുരനെ വധിച്ച് ദേവലോകം മുക്തമാക്കി കൊടുക്കുന്നത്. ഇതിൽ വിജയശ്രീ ലാളിതയായി തിരിച്ചെത്തിയ ദേവി ഏകാദശി ദേവി മഹാവിഷ്ണുവിനോട് ആവശ്യപ്പെടുന്ന ഒരു വരമുണ്ട്. ഈ ദിവസം, ഏകാദശി ദിവസം, എല്ലാവരും ഭഗവാനെ ഭജിക്കുന്ന ഒരു ദിവസമായി ആഘോഷിക്കപ്പെടണം എന്നുള്ളത്. അങ്ങനെയാണ് ഏകാദശി എന്ന് പറയുന്ന ഈ വ്രതവും അനുഷ്ഠാനങ്ങളും ഉണ്ടായത് എന്നൊരു ഐതിഹ്യം പറയുന്നു. മറ്റൊരു ഐതിഹ്യം, അർജുനന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതോപദേശം കൊടുത്തത് ഏകാദശി ദിവസമാണെന്നും പറയപ്പെടുന്നു, ഐതിഹ്യം പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ കുരൂരമ്മ, മേൽപ്പത്തൂർ, അവർക്കൊക്കെ ഭഗവാൻ ദർശനമേകിയതും ഏകാദശി ദിവസത്തിലാണെന്ന് പറയുന്നു. അപ്പോൾ ഏകാദശിയുമായി ബന്ധപ്പെട്ട് ധാരാളം കഥകളാണ് പറയാനുള്ളത്. കഥയും ഐതിഹ്യങ്ങളും ഭഗവാനെക്കുറിച്ച് പറഞ്ഞാലും തീരാത്തത്ര കഥകളുണ്ട്. അപ്പോൾ കഥ എന്തായാലും ഐതിഹ്യം എന്തായാലും ഭഗവാനോടുള്ള നമ്മുടെ ആത്മസമർപ്പണം, അതാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. അതിൽ നമ്മൾ എങ്ങനെ സമർപ്പിക്കുന്നു എന്നുള്ളത് ഓരോ വ്യക്തികളെയും ആശ്രയിച്ചാണ്. ഞാൻ ഇന്നിപ്പോൾ ഇന്ന് ഒരിക്കലാണ്, അതായത് ഇന്ന് അരിയാഹാരം ഉച്ചയ്ക്ക് കഴിച്ചതിന് ശേഷം പിന്നെ കഴിക്കില്ല. പിന്നെ നാളെ എന്തെങ്കിലും പഴവർഗ്ഗങ്ങൾ, അത്യാവശ്യമാണെങ്കിൽ ഒരല്പം തുളസി തീർത്ഥം, അങ്ങനെയൊക്കെയാണ് വ്രതമെടുക്കേണ്ടത്. പകലുറക്കം പാടില്ല എന്നാണ് പറയുന്നത്. ഇത് ആരോഗ്യമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ളതാണ്. എന്തെങ്കിലും അസുഖത്തിന് മരുന്നൊക്കെ കഴിക്കുന്നവരും അങ്ങനെയുള്ള ആളുകൾ അതിനനുസരിച്ച് മാത്രമേ വ്രതമെടുക്കാൻ കഴിയൂ. നമുക്ക് വ്രതമെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് കരുതി ഭഗവാന്റെ മന്ത്രങ്ങളും നാമോച്ചാരണവും മറക്കാതിരുന്നാൽ മാത്രം മതി. എവിടെ ഇരുന്ന് നമ്മൾ പൂജ ചെയ്യുന്നു എന്നുള്ളതിലല്ല, നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിലാണ് അതിൻ്റെ പ്രാധാന്യവും മഹത്വവും ഒക്കെ കുടികൊള്ളുന്നത്. ഭഗവാൻ എന്ന് പറയുന്നത് വൈകുണ്ഠ വാസനാണല്ലേ. അതുപോലെ തന്നെ ക്ഷിപ്രപ്രസാദിയുമാണ്. നമ്മൾ എന്താഗ്രഹിച്ചാലും ആ ക്ഷണം മാത്രയിൽ തന്നെ ഭഗവാൻ അത് നമുക്ക് നൽകും. അതായത് നമ്മൾ പ്രാർത്ഥിക്കുന്ന രീതിയിലാണ് അതിരിക്കുന്നത് എന്ന് മാത്രം. വെറുതെ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മുടെ മനസ്സ് ശുദ്ധമായി വയ്ക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരെ അറിഞ്ഞോ അറിയാതെയോ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിച്ചിട്ടുള്ളവരാണ് നമ്മളെങ്കിൽ, അങ്ങനെ ഒരു മനുഷ്യജന്മമെടുത്ത എല്ലാവരും തന്നെ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചില തെറ്റുകളെങ്കിലും ചെയ്യാതിരിക്കില്ല, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ. അപ്പോൾ നമ്മുടെ സർവ്വ പാപങ്ങളിൽ നിന്നും മുക്തിയേകുന്ന ഒരു വ്രതം കൂടിയാണ് ഏകാദശി വ്രതം. ഇത് മനസ്സിന് മാത്രമല്ല നമ്മുടെ ശരീരത്തിനും ഒക്കെ ഉണർവേകുന്ന ഒരു അവസരമാണ്. അതായത് എത്ര വലിയ പാപത്തിൽ നിന്നുമുള്ള മോചനമാണ് ഏകാദശി വ്രതം നോക്കുന്നവർക്ക്. ഗുരുവായൂർ എത്തണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു വ്യക്തികളും നമുക്കിടയിൽ ഉണ്ടാവില്ല. പക്ഷേ ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ കഴിയാത്തവർ നമ്മുടെ വീട്ടിൽ തന്നെ ഭഗവാനെ സ്മരിച്ച് ഭഗവാന് കഴിയുന്ന അലങ്കാരങ്ങളും പൂജകളും ഒക്കെ ചെയ്യുക. നമ്മുടെ കേരളത്തിലുള്ള സമയം, വ്രതം മുറിക്കേണ്ട സമയം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 6:28-നും 10:20-നും ഇടയ്ക്കാണ്, 12-ാം തീയതി എന്നാണ് എനിക്ക് കിട്ടിയത്. പിന്നെ എനിക്ക് കിട്ടിയ അറിവനുസരിച്ചാണ് ഞാൻ പറയുന്നത്. എല്ലാവരും അത് കൃത്യമായി നോക്കി
എപ്പോഴാണ് നമ്മൾ വ്രതം മുറിക്കേണ്ടതെന്നൊക്കെ ഉള്ളത് നോക്കുക. അത് എപ്പോഴും ഞാൻ പറയുന്നു, അവരവരുടെ ആരോഗ്യത്തിനനുസരിച്ച് മാത്രമേ നമുക്ക് വ്രതം എടുക്കാൻ കഴിയുകയുള്ളൂ. അല്ല, ആരോഗ്യമുള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ പൂർണ്ണ ഉപവാസം എടുക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ല കാര്യം കൂടിയാണ്. അപ്പോൾ ഭഗവത് പാദങ്ങളിൽ നമ്മുടെ എല്ലാ വിഷമതകളും അതുപോലെ കഷ്ടപ്പാടുകളും വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. നാരായണ 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 എന്നുള്ള അനന്തമായ മന്ത്രം എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം പറയാം. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ എന്നുള്ള നാമം പറയാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള നാമം പറയാം. എൻ്റെ വീട്ടിൽ പൂജകൾ ചെയ്യുന്നത് ഞാനൊരു വ്ളോഗായി ഇടാം. അതിനു പുറമെ ഈ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോഴും അതുപോലെ അടുത്തുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ അമ്പലത്തിലും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. പോകാൻ കഴിയുന്നത് പോലെ പോകാനായിട്ട് മാക്സിമം ഞാൻ ശ്രമിക്കും. അപ്പോഴും എൻ്റെ ഓരോ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഭഗവാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത വ്ളോഗിലൂടെ കാണാം. ഹരേ കൃഷ്ണ.